പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ബൈബിളില് രണ്ട് വ്യക്തികളെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വെച്ചൊന്ന് കമ്പയർ ചെയ്യാം. അതായത് ബൈബിളിലെ വളരെ എല്ലാവർക്കും അറിയാവുന്ന പുതിയ നിയമത്തിൽ ബൈബിൾ എന്നുള്ളൊരു കേൾക്കുമ്പോഴേ ആദ്യമേ ഓടി വരുന്ന രണ്ടുപേര്, ഒരാൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമമാണ് നമുക്ക് പുതിയ നിയമത്തിൽ കൂടുതലായിട്ട് ഓടി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത, ബൈബിൾ ഉള്ളടം കാലം മറക്കാൻ പറ്റാത്ത ഒരാളാണ് യൂദ, അല്ലെ? കർത്താവിനെ വഞ്ചിച്ച, ചതിച്ച, ഒറ്റിക്കൊടുത്ത യൂദ. അപ്പം യൂദയുടെ ചില സ്വഭാവവും അതുപോലെ തന്നെ അത് മത്തായിയുടെ സുവിശേഷം 26 അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം? എന്താണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം? അവൻ ആദ്യം മുതൽക്കേ അവന്റെ തന്ത്രം അവൻ ഉപയോഗിക്കുന്നത് മനുഷ്യന് വേണ്ടത് ചിന്തിപ്പിച്ചുകൊണ്ടാണ്. എന്താണ് മനുഷ്യന് വേണ്ടത് എന്നുള്ളൊരു ചിന്ത ഇട്ടുകൊടുത്തിട്ടാണ് അവൻ എപ്പോഴും മനുഷ്യനെ ചതിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പത്രോസിന്റെ ലൈഫ് എടുത്ത് നോക്കിയാലും യൂദയുടെ ലൈഫ് എടുത്ത് വെച്ച് നോക്കിയാലും അവിടെ കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. പിശാച് രണ്ടുപേരെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. ഏകദേശം രണ്ടും ഒരേപോലെ പോകുന്ന കാണാം. നമുക്കൊന്ന് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 26 അധ്യായം 26 മുതലുള്ള വാക്യം. യേശു ബേഥാനിയയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞൊരു വെൺകൽഭരണി എടുത്തും കൊണ്ട് അവന്റെ അടുക്ക വന്നു. അവൻ പന്തിയിൽ ഇരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു, ഈ വെറും ചെലവ് എന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റു ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അത് അറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലതാനും. അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ഇവിടെ ഈ പറഞ്ഞത് യൂദയാണ് പറഞ്ഞത്. ശിഷ്യന്മാരിലെ യൂദയാണ് ആ കാര്യം കർത്താവിനോട് സംസാരിച്ചത്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 4 വാക്യം. ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക. അത് ആരാണ്? 4 വാക്യത്തിൽ പറയുന്നത്, എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം യോഹന്നാൻ പറയുന്നത്, ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിലിട്ടത് എടുത്തു വരുന്നത് കൊണ്ടും അത്രേ പറഞ്ഞത്. ഇവിടെ യൂദയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യൂദ കർത്താവിനെ അടുത്ത് വരുന്നത്, കർത്താവിനെ അന്വേഷിച്ച് യൂദയും പത്രോസിനെയും പറ്റിയും ഈ മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിൽ തന്നെ ഇവർ രണ്ടുപേരുടെയും കാര്യം പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ്. ഇവർ രണ്ടുപേരും കർത്താവിന്റെ ശിഷ്യന്മാരാണ്. പക്ഷെ യൂദ കർത്താവിനെ അന്വേഷിച്ച് വന്നതും കർത്താവിന്റെ അടുത്തായിരിക്കുന്നതും, കർത്താവിനെ അന്വേഷിച്ചത് കർത്താവ് വിളിച്ചതാണ്. അതുപോലെ കർത്താവിന്റെ അടുത്ത് ആയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തനിക്ക് ആ പണത്തിലാണ് നോട്ടം മുഴുവൻ. തനിക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അത് നടത്തേണ്ടതിന് വേണ്ടി കർത്താവിന്റെ കൂടെ കൂടിയേക്കാണ്. അതുപോലെ കർത്താവിന്റെ ആ ശക്തി, അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത് ഉപയോഗിച്ച് അത് വെച്ച് പണം ഉണ്ടാകേണ്ടതിന് വേണ്ടിയും തന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവിന്റെ അടുത്ത് ആയിരിക്കുന്നത്. യോഹന്നാൻ തന്നെ പറ്റി പറയുന്നത്, തനിക്ക് ദരിദ്രരെ പറ്റി ആകുലത ഉണ്ടായിട്ടൊന്നുമല്ല. ആ കാശിന്റെ ബാഗ്, ക്യാഷ് സൂക്ഷിക്കുന്ന ബാഗ് ആരുടെ കയ്യിലാണ്? യൂദയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ എല്ലാ ക്യാഷും വരുന്നത് യൂദയുടെ കയ്യിലോട്ടാണ് വരുന്നത്. അപ്പൊ ആ പരിമള തൈലം നല്ല കാശുള്ളതാണ്. അപ്പൊ അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടായോ എന്നുള്ള ഒരു വ്യാജ വർത്തമാനത്തിലൂടെ ആ പൈസ താൻ നേടുക എന്നുള്ളതായിരുന്നു തന്റെ ഉദ്ദേശം. ഈ യൂദയുടെ സ്വഭാവം വിശ്വാസിയിൽ പല ആൾക്കാർക്കും ഉണ്ട്. അത് ഡയറക്റ്റ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാ. വെറുതെ കാശ് കളയരുത് ബ്രദറെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? സൂക്ഷിച്ചൊക്കെ ചെലവാക്കണം, പരിജ്ഞാനത്തോടൊക്കെ ശരിയാണ്, പരിജ്ഞാനത്തോടെ കാശ് പരിജ്ഞാനത്തോടെ ചെലവാക്കണം. പക്ഷെ അതിനങ്ങ് ഭയങ്കര വാല്യൂ കൊടുത്ത് അത് തകർന്നു കഴിഞ്ഞാൽ അവരും കൂടെ അങ്ങ് തകരും. ഇവിടെ യൂദയുടെ മുന്നിൽ ഈ പരിമളത്തൈലം പൊട്ടിച്ച് കളയുന്ന കണ്ടപ്പോ യൂദ തകർന്നു പോയി. എത്ര കാശായി ഇത് തകർത്ത് കളയുന്നത്. അതുപോലെ തകരുന്ന കർത്താവിന്റെ ശിഷ്യന്മാര് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ പൈസ വെറുതെ ചെലവാക്കരുത്. അവന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, അത് വെറുതെ പാഴ്ചെലവാണ് എന്ന് പറയുന്ന പലരും ഉണ്ട്. അവർക്കെല്ലാം യൂദയുടെ മൈൻഡാണോ? ഈ പണത്തിന് വലിയ വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്.
ഒരിക്കലും കർത്താവിന്റെ ശിഷ്യനായ ഒരാൾക്ക് പണത്തിനധികം വാല്യൂ കൊടുക്കാൻ കഴിയില്ല. കാരണം പണത്തിനധികം വാല്യൂ അവൻ കൊടുത്തതുകൊണ്ടാണ് അവനെ പിശാച് ഏറ്റവും കൂടുതൽ ചതിച്ചത്. കർത്താവിന്റെ ശിഷ്യനായിരിക്കെ ഒരാൾക്ക് ഈ ലോകത്തിന്റെ പണവും ധനവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ പിശാച് ഉപയോഗിക്കും, അവൻ ചതിക്കപ്പെടും. അതുകൊണ്ടാണ് അനേക ശുശ്രൂഷകർ ഈ കാലത്ത് നമുക്കറിയാം പണത്തിന്റെ പുറകെ പോയി അവസാനം നാശമാണ് അവരുടെയൊക്കെ അവസാനം. നാശത്തിലേക്ക് പോകുന്ന കാണാൻ കഴിയും. ഇവിടെ കർത്താവിന്റെ ശിഷ്യനാണിത്, 12 പേരിൽ ഒരാളാണ്. പക്ഷെ പണം മോഹിച്ചതുകൊണ്ട്, പണത്തിന് വലിയ വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് അവൻ ചതിക്കപ്പെട്ടു. ഇപ്പൊ പലപ്പോഴും ഈ ആൾക്കാര് പണത്തിന് വലിയ കാര്യമൊന്നും ഞാൻ കൊടുക്കുന്നില്ല, എങ്കിലും അത് വെറുതെ മിസ്യൂസ് ചെയ്യരുതല്ലോ. അവര് പക്ഷെ അറിയാതെ പറയുന്നത് പണമാണ് വലുതെന്നാ. ഒരേ നിമിഷം മാമോനും കർത്താവും മാമോനും നമുക്ക് യജമാനായിരിക്കാൻ കഴിയുകയില്ല. ഈ രണ്ടുപേർക്ക് ഒരേ നിമിഷം ദാസനായിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. ഒന്നെങ്കിൽ നമ്മൾ മാമോന്റെ ദാസൻ, അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ. പലരും മാമോനെ നേടേണ്ടതിന് വേണ്ടി കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴാരുടെ ദാസനാണ് ശരിക്കും മാമോന്റെ ദാസനാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് മാമോനാണെങ്കിൽ മാമോന്റെ ദാസനാണ്. പണം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നില്ലേ? അത് ചെലവാക്കണം, അത് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യങ്ങളൊക്കെ ഒരുപാട്, മിനിസ്ട്രിയിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം അത് കൈവിട്ട് പോകുന്ന കാണുമ്പോൾ തകരുന്നുണ്ടോ നമ്മുടെ ഹൃദയം? അതില്ലാതാവുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ടോ? അതിന്റെ കൂട്ടായ്മ അനുഭവിക്കാൻ കഴിയാത്ത വലിയൊരു വിഷമമായിട്ട് തോന്നുന്നുണ്ടോ പണമില്ലായ്മ? അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് അതെല്ലാം പിശാച് ചതിക്കാനുള്ള ഒരു ആയുധമാണ്. 12-ാമത്തെ വാക്യത്തില് മത്തായിയുടെ സുവിശേഷം അതിന്റെ 26-12, അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. അപ്പോഴ് യൂദയ്ക്ക് ഒരു ഷോക്കായി പോയി. ശവസംസ്കാരോ? അപ്പൊ കർത്താവ് മരിക്കാൻ പോവാ? താൻ ഇത്രയും വർഷം ഈ കർത്താവിനെ കണ്ടിട്ട് ഇറങ്ങി, കർത്താവിനെ വെച്ച് കുറെ കാശ് നേടാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത്. പക്ഷെ കർത്താവ് ഇപ്പം മരിക്കുവാണെന്ന് പറയുക. അവനാകെ ഷോക്കായി പോയി. ഇനി എത്രയും വേഗം ഈ കർത്താവിനെ വെച്ച് നേടാൻ പറ്റുന്നതിന് മാക്സിമം നേടണം. അതിനുവേണ്ടി പുള്ളിക്കാരൻ അടുത്ത പ്ലാൻ ഇടുകയാണ്. 14-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, അന്ന് പന്തിരുവരിൽ ഒരുത്തനായി യൂദാ ഇസ്കറിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു. എന്തിനാ ചെന്നേ? 12-ാമത്തെ വാക്യത്തില് കർത്താവ് മരിക്കാൻ പോവാന്നാ പറഞ്ഞേ. 14-ാമത്തെ വാക്യത്തില് ഉടനെ തന്റെ പ്ലാൻ മാറ്റി. ഇനി അധികം നാൾ ഇവിടെ നിൽക്കണ്ട, എവനെ വിറ്റ് കാശ് വാങ്ങാം എന്നും പറഞ്ഞ് ആരുടെ അടുത്തേക്ക് പോവാ? മഹാപുരോഹിതന്മാരുടെ അടുത്തേക്ക് പോവാ. നിങ്ങൾ തരയുന്ന ആളുണ്ടല്ലോ, എന്റെ കൂടെ ഉണ്ട്, നിങ്ങൾ എനിക്ക് എന്ത് തരും എന്നുള്ളതാണ് അപ്പോഴും ചോദ്യം. നിങ്ങൾ എന്ത് തരും? ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കി കൊടുത്തു. അന്ന് മുതൽ അവനെ കാണിച്ചു കൊടുക്കാൻ അവൻ തക്കം അന്വേഷിച്ച് നടന്നു. അന്നു മുതൽ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ അവൻ തക്കം അന്വേഷിച്ച് നടന്നു. എന്തിനാലാണ് യൂദ ഇത് ചെയ്യുന്നത്? തന്റെ മോഹത്താലാണ്, അല്ലേ? പണത്തോടുള്ള തന്റെ ആഗ്രഹം നിമിത്തം കർത്താവിനെ വരെ ഒറ്റിക്കൊടുക്കുവാൻ തന്നെ കൊണ്ട് പ്രേരണ വരുത്തിച്ചു. തന്റെ മോഹം നിമിത്തം. ഇത് പെയ്യനെയാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്. യൂദ പോലും അറിയാതെ യൂദ ആ ഒരു അവസ്ഥയിലേക്ക് പോയത്. ആദ്യമേ പെയ്യനെ ഒരു ചെറിയൊരു മോഹമായിരുന്നു. ആ മോഹം പെയ്യനെ വളർന്ന് കർത്താവിനെ വിറ്റ് കാശ്. ഇന്ന് ഒരുപാട് ശുശ്രൂഷകര് ലോകത്തുണ്ട്. ഇവരാരും തുടക്കകാലമൊക്കെ അവർ ഭയങ്കര എരിവോടെ തന്നെ ആയിരുന്നു തുടങ്ങിയത്. ഇവരാരും കർത്താവിനെ വിറ്റ് കാശ് വാങ്ങിക്കണമെന്നൊന്നും ആദ്യകാല കാലത്തൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ ആദ്യമേ അവർ വന്നത് തന്നെ പണത്തിന് വേണ്ടിയായിരുന്നു. കർത്താവിനെ വിൽക്കണമെന്ന് വിചാരിച്ചില്ല, അന്നേ ഉള്ളൂ. പക്ഷെ പണത്തിന് വേണ്ടി ആഗ്രഹിച്ചു വന്നതുകൊണ്ട് പെയ്യനെ അത് വെളിപ്പെട്ട് വരും. കുറെ കാലം കഴിയുമ്പോൾ ആ സാധനം പൂർണ്ണമായി വെളിപ്പെടും. ഇപ്പൊ ലോകത്തിലുള്ളവർക്ക് മനസ്സിലാവും അവൻ സുവിശേഷ വേല കൊണ്ട് ഉടായ്പ പരിപാടി കാണിച്ച് ജീവിക്കുകയാണ്, കർത്താവിനെ വിറ്റ് കാശുണ്ടാക്കുവാണെന്ന് മനസ്സിലാവും. അത് പെയ്യനെയാണ് അത് വളരുന്നത്. 18-ാമത്തെ വാക്യം നോക്കുമ്പോൾ അതിന് അവൻ 17-ാമത്തെ വാക്യം, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാൾ ശിഷ്യന്മാർ ചേർന്ന് യേശുവിന്റെ അടുക്കൽ വന്ന്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്ന് അവന്റെ അടുക്കൽ ചെന്ന്, എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറഞ്ഞു. 20-ാമത്തെ വാക്യം, സന്ധ്യയായപ്പോൾ ഇവൻ 12 ശിഷ്യന്മാരോട് കൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുകയും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 12 ശിഷ്യന്മാരുണ്ട് അവിടേക്ക്. കർത്താവ് പറയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ
അത്യന്തം ദുഃഖിച്ചു. ഞാനോ ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. അപ്പോഴേ എല്ലാവരും പേടിക്കാൻ തുടങ്ങി. ഞാനാണോ കർത്താവ്, ഞാനാണോ കർത്താവ് എന്നുള്ളൊരു ഭയം എല്ലാവരുടെയും ഉള്ളിൽ വന്നു. 23-ാമത്തെ വാക്യത്തിൽ അവൻ ഉത്തരം പറഞ്ഞത്, എന്നോട് കൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഈ വാക്യം വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 27-ാമത്തെ വാക്യം, 26 മുതലുള്ള വാക്യം, ഞാൻ അപ്പകണ്ണം വാങ്ങി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഗണ്ണം മുക്കി ശിമോൻ ഇസ്കൊരിയാത്താവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. ഗണ്ണം വാങ്ങി ഉടനെ സാത്താൻ അവനിൽ കടന്നു. ആ നിമിഷമാണ് സാത്താൻ കടക്കുന്നത്. അതുവരെയും സാത്താൻ കടന്നിട്ടില്ല. അതുവരെയും കർത്താവിനെ അവൻ വിൽക്കാൻ കാരണമായത്, കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ കാരണമായത് അവന്റെ മോഹമാണ്. അവൻ മനുഷ്യന് വേണ്ടത് അന്വേഷിച്ചുകൊണ്ടാണ്, അവന് വേണ്ടത് അന്വേഷിച്ചുകൊണ്ടാണ്. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിമിഷം നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരാം. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ വാക്യം, അവൻ ഉത്തരം പറഞ്ഞത്, എന്നോട് കൂടെ കൈതാലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ആ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളാമായിരുന്നു. ആ മനുഷ്യന് ആ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് നന്നായിരുന്നു. കർത്താവിനെ വിറ്റ് ജീവിക്കുന്നവരൊക്കെ ജനിക്കാതിരുന്നുവെങ്കിൽ നന്നായിരുന്നു. അവർക്ക് ക്ഷമയില്ല. പറയുന്ന ഗലാത്യക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഈ സുവിശേഷത്തിന് വിരോധമായ ഒരു സുവിശേഷം സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിനെ വിറ്റ് ജീവിക്കുന്നവനോട് കർത്താവ് എന്താ പറയുന്നത്? കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദ എടുത്ത് പറഞ്ഞതുപോലെ തന്നെ പറയുന്നത്, അവന് ഹാ കഷ്ടം, അവൻ ജനിക്കാതിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു. എന്നാറേ അവനെ കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളാമായിരുന്നു. 25-ാമത്തെ വാക്യം, എന്നാറേ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. ആരോടാ? യൂദയോടെ പറഞ്ഞേ, നീ തന്നെ. ആ സന്ദർഭങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും കർത്താവ് സംസാരിച്ചു. കർത്താവ് പറഞ്ഞു, എന്നെ കാണിച്ചു കൊടുക്കുന്ന ഹാ കഷ്ടം, അവൻ ജനിക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു. യൂദയ്ക്ക് അതറിയാം. യൂദ അറിഞ്ഞുകൊണ്ട് തന്നെ കർത്താവിനോട് ചോദിക്കുക, അത് ഞാനാകുന്നു എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, അത് നീ ആകുന്നു. യൂദയ്ക്ക് ഒരു മാറ്റവും ഇല്ല. യൂദ അപ്പോഴും ഒന്നും അനങ്ങാതിരിക്കുകയാണ്. ശിഷ്യന്മാരത് അറിഞ്ഞിട്ടില്ല കേട്ടോ. ശിഷ്യന്മാരത് അറിഞ്ഞിട്ടില്ല. 30-ാമത്തെ വാക്യം, പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും. അതിനുശേഷം 36-ാമത്തെ വാക്യം, 36-ാമത്തെ, അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്നു ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബെദി പുത്രന്മാരെ ഇരുവരെയും കൂട്ടിക്കൊണ്ടുവന്ന് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് 27-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം. അതിനു മുമ്പ് 26-ാമത്തെ അധ്യായത്തിൽ തന്നെ 47-ാമത്തെ വാക്യം, അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂദായും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരം വാളും വടികളുമായി വന്നു. അപ്പൊ ഇവിടെ 47-ാമത്തെ വാക്യത്തില് യൂദയെ കാണാൻ കഴിയും. ഇവിടെ ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെ യൂദ ഇല്ലായിരുന്നു. ഗെത്സമനയില് യൂദ കർത്താവിനെ കാണിച്ചു കൊടുക്കാനുള്ള പരിപാടിയുമായിട്ട് മഹാപുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയിക്കാണ്. 47-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുവിൻ എന്ന് അവർക്ക് ഒരടയാളവും കൊടുത്തിരുന്നു. ഇപ്പം കർത്താവിനെ ചുംബിക്കുന്നവൻ, കാരണം ശിഷ്യന്മാരുടെ ഇടയിൽ കർത്താവിനെ മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് യൂദ പറഞ്ഞു, ഞാൻ വന്നിട്ട് യേശുവിനെ ചുംബിക്കാം, ആ ചുംബിക്കുന്നവനാണ് യേശു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം എന്ന് ആ ഭടന്മാരോട് പറഞ്ഞു. അങ്ങനെ ഉടനെ അവൻ യേശുവിന്റെ അടുക്കൽ വന്നു, റബി വന്ദനം എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു. യൂദാസ് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് റബി വന്ദനം എന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു. യേശു അവനോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞ, സ്നേഹിത,
നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ചു അവനെ പിടിച്ചു. കർത്താവ് അപ്പോഴും അവനോട് ഭയങ്കര സ്നേഹമാണ് സംസാരിക്കുന്നത് അല്ലേ. നശിച്ചു പോകുന്ന ലോകത്തിലെ ആൾക്കാരോട് ദൈവം സ്നേഹം കാണിക്കുന്നുണ്ടോ? ദൈവം എല്ലാവരോടും സ്നേഹം കാണിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ ക്യാരക്ടറാണ്. കാരണം കർത്താവ് വന്നിരിക്കുന്നത് നശിപ്പിക്കാനല്ല, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് രക്ഷിപ്പാനാണ്. പക്ഷെ കർത്താവിന് ന്യായവിധിക്കാൻ ഒരു നാൾ വരുന്നുണ്ട്. അന്ന് കർത്താവിന്റെ മുന്നിൽ ക്രിസ്തുവിലുള്ളവരല്ലാതെ ആർക്കും നിൽക്കാൻ കഴിയില്ല. യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ചു അവനെ പിടിച്ചു. അപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി. ഓക്കെ, അത് കഴിഞ്ഞ് 66 വാക്യത്തില്, ഓക്കെ, അതിനു മുമ്പ് 57 വാക്യം, യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയാഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്ന് അകത്ത് കടന്ന് അവസാനം കാൺമാൻ സേവകന്മാരുടെ കൂടെ ഇരുന്നു. 59 മഹാപുരോഹിതന്മാരും ന്യായാധിപതി സംഘവും ഒക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞു. 65 വാക്യം, 65 ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദേവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? നിങ്ങൾ ഇപ്പോൾ ദേവദൂഷണം കേട്ടുവല്ലോ. കർത്താവ് എന്നാണ് ദേവദൂഷണം പറഞ്ഞത്? താൻ ദൈവപുത്രനാണ് എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ ദേവദൂഷണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്ന് ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് 67 വാക്യത്തിൽ, അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ഉരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. ക്രിസ്തുവെ, നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി. ഇതെല്ലാം കഴിഞ്ഞ് 27 വരുമ്പോൾ അതിന്റെ 1 വാക്യം, പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലോത്തോസിനെ ഏൽപ്പിച്ചു. അവനെ ശിക്ഷിക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. കർത്താവിനെ ശിക്ഷിക്കാൻ കാരണമായി അവനെ ഒറ്റിക്കൊടുത്ത യൂദ കർത്താവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നറിഞ്ഞപ്പോൾ അത് കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ ഉത്തരം പറഞ്ഞു. മഹാപുരോഹിതന്മാരെന്തോ പറഞ്ഞു, അതിന് ഞങ്ങൾ എന്തോ വേണം? അതിന് നീ തന്നെ നോക്കിക്കോ. മഹാപുരോഹിതന്മാരടുത്ത് യൂദ വന്ന് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. യൂദ ചെന്ന് പറയേണ്ട ഒരാളുണ്ടായിരുന്നു, അയാളോട് എന്ന് പറഞ്ഞില്ല. ആരായിരുന്നു? കർത്താവ്. പക്ഷെ ഒരു കാര്യമില്ലാത്ത ഈ മഹാപുരോഹിതന്മാരത്തെ എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാർ പറഞ്ഞു, ഞങ്ങൾ എന്തോ വേണം? നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാഞ്ഞ് ചത്തു കളഞ്ഞു. അപ്പൊ യൂദയുടെ അവസാനം എന്താണ്? യൂദ അവസാനം കെട്ടിഞ്ഞാഞ്ഞ് ചത്തു കളയുകയാണ് ഈ സങ്കടം കൊണ്ട്. സങ്കടം അവനെ കർത്താവിന്റെ അടുത്തേക്ക് എത്തിച്ചില്ല, അവനെ മാനസാന്തരത്തിലേക്ക് എത്തിച്ചില്ല, താൻ മരിക്കാനായിട്ട് കാരണമായി തീർന്നു. സ്വന്തം ജീവനെ നേടാൻ ശ്രമിച്ചുകൊണ്ട് അതിനെ കളഞ്ഞു. കർത്താവ് പറഞ്ഞു, സ്വന്തം ജീവനെ നേടാൻ ശ്രമിക്കുന്നവനൊന്നും അത് നേടത്തില്ല, അത് കളയും. താൻ സ്വന്തം ജീവനെ നേടാൻ ശ്രമിച്ചു നടന്നു, അത് കളയേണ്ടി വന്നു. താൻ ലോകത്തിലും മരിച്ചു, അതെല്ലാവർക്കും ഉണ്ട് മരണം. നിത്യമായ നരകത്തിന്റെ നിത്യമരണത്തിന് യോഗ്യനായി തീരുകയും ചെയ്തു. ഒരു ഗുണവും ഉണ്ടായില്ല. പിശാച് ഉപയോഗിക്കുന്നത് സ്വന്തം ജീവനെ അന്വേഷിക്കാൻ, സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം ജീവന് വേണ്ടി, സ്വന്തം മഹത്വത്തിന് വേണ്ടി അന്വേഷിക്കാൻ പോകുന്നവരെല്ലാം എന്ത് ചെയ്യും? സ്വന്തം ജീവനെ കളയും എന്നാണ് കർത്താവ് പറഞ്ഞത് അല്ലെ? മത്തായിയുടെ സുവിശേഷം അതിന്റെ 16 25 വാക്യത്തില്, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ഈ ലോകത്തിൽ ആരെയും അവരവരുടെ ജീവന് വലിയ വാല്യൂ കൊടുക്കുന്നുണ്ടോ, അവരതിനെ കളയും. അത് ഇവിടെയും കളയും, ഇവിടെ എന്തായാലും കളയും, നിത്യതയിൽ നിത്യമായി കളയും. ഒരു കാര്യമില്ലാതിരിക്കും. യൂദയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനല്ലേ? യൂദ സ്വന്തം കാര്യം, സ്വന്തം ജീവന് വേണ്ടി, പണം സമ്പാദിപ്പാൻ, സ്വന്തം നേട്ടത്തിന് വേണ്ടി അവൻ എന്ത് സംഭവിച്ചേ? അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും, അതിനെ നേടും. ക്രിസ്തു നിമിത്തം നമ്മൾ ലോകത്തോട്, ഇവിടുത്തെ ആവശ്യങ്ങളോടും എല്ലാം മരിക്കാനാണ്. അതൊക്കെ ചപ്പും ചവറും എണ്ണുന്നവർക്കേ ക്രിസ്തുവിന്റെ ജീവൻ ലഭിക്കത്തുള്ളൂ, ആ ജീവൻ കണ്ടെത്തുവാനും കഴിയത്തുള്ളൂ. എന്തായിരുന്നു പത്രോസിന്റെ
ക്യാരക്ടർ. പത്രോസിന്റെ ആ ഒരു ക്യാരക്ടറിലേക്ക് നമുക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. ഈ സെയിം അധ്യായത്തിൽ തന്നെയാണ് അവരെ രണ്ടുപേരും നമുക്ക് കാണാൻ കഴിയുന്നത്. 30-ാമത്തെ വാക്യം മുതൽ വായിക്കാം. 26-30. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്നുത്തരം പറഞ്ഞു. പത്രോസ് ഭയങ്കര കോൺഫിഡൻസ് ആണ്, സെൽഫ് കോൺഫിഡൻസ്. സ്വയത്തിലാണ് പത്രോസ് അത് പറയുന്നത്. ആരിടറിയാലും ഞാൻ ഇടറി പോവുകയില്ല. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തെള്ളി പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. ഇത് എവിടെ നിന്നാണ് പത്രോസ് നല്ല കാര്യമല്ലേ പറയുന്നത്? പത്രോസ് നല്ല കാര്യമാണ് പറയുന്നത്. പക്ഷെ പത്രോസ് എവിടെ നിന്നാ പറഞ്ഞത്? പത്രോസിന്റെ മനുഷ്യത്വത്തിൽ നിന്നാണ് പറഞ്ഞത്. ഈ പത്രോസിന്റെ മനുഷ്യത്വം വേറെ എവിടെയെന്ന് വേറെ എടുത്ത് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകാന്ന് പറഞ്ഞപ്പോൾ കർത്താവിനെ മാറ്റി നിർത്തിയിട്ടാ, അവരുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തി. കർത്താവെ, നീ ക്രൂശിക്കപ്പെടരുത് എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു, 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും. കർത്താവ് പറഞ്ഞത് മനുഷ്യന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാ. പക്ഷെ പത്രോസിന്റെ ഈ മനുഷ്യത്വം അവിടെയും നമുക്ക് കാണാൻ കഴിയും. അവിടെ കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞത്, കർത്താവെ, കാര്യമൊക്കെ ശരി, നീ ക്രൂശിക്കപ്പെടാൻ പോവാണെന്നൊക്കെ പറഞ്ഞത് ശരി, പക്ഷെ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാണ്. അപ്പം എന്താണ് പറയുന്നത്? കർത്താവ് അവനെ നോക്കിയിട്ട്, സാത്താനെ, നീ എന്നെ വിട്ടുപോ, നീ മനുഷ്യനുള്ളത് കരുതുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം എന്താണ് പ്രശ്നം? മനുഷ്യനുള്ളത് കരുതുന്നതാണ് പ്രശ്നം. ഈ മനുഷ്യനെ കരുതുന്നത് അത് എപ്പോഴും ഡേഞ്ചറാണ്. സാത്താൻ യൂദയുടെ ഉള്ളിൽ ചിന്തയിട്ട് കൊടുത്തത് അവന്റെ മോഹം, അവന്റെ പണത്തോടുള്ള മോഹം ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. പത്രോസിനെ മാനുഷികമായ ചിന്തകളിലേക്കായിരുന്നു യൂദ ഉപയോഗിച്ചു. പലരെയും പല രീതിയിൽ. അതുകൊണ്ട് നമ്മൾ എനിക്ക് പണത്തോട് മോഹമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ, അവരുടെ ബലഹീനത വേറെ ആയിരിക്കും, അതിനെയായിരിക്കും പിശാച് ഉപയോഗിക്കുന്നത്. എന്റെ ബലഹീനത അവനെ എനിക്ക് വ്യക്തമായി അറിയത്തില്ല, ദൈവത്തിന് അറിയാം, അതുപോലെ അവനും അറിയാം. പത്രോസ് എന്താ പറയുന്നത്? ആര് തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല. ഈ പത്രോസിന്റെ മാനുഷികമായ ഒരു എരിവാണെന്ന് ഇത് കഴിഞ്ഞ ആ ഗെത്സമനയിലെ പ്രാർത്ഥനയുടെ ഇടയിൽ കാണാൻ കഴിയും. പത്രോസും യാക്കോബും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഒരു മൈൻഡില്ല. കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുന്നു. കർത്താവ് വിയർപ്പ് തുള്ളി, ചോര തുള്ളി പോലെ പൊട്ടി ഒഴുകി പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് ഒരു എരിവുമില്ല. അപ്പോൾ അവരുടെ എരിവ് വെറും നിഷ്ഫലമാണെന്നും മാനുഷികമാണെന്നും നമുക്ക് അവിടെ കാണാൻ കഴിയും. അത് കഴിഞ്ഞ് 69-ാമത്തെ വാക്യത്തിൽ, എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്ന് അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളി പറഞ്ഞു. ഇതിനു മുമ്പ് എന്തോ പറഞ്ഞേ? ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാം മറന്നുപോയി ആ നിമിഷം വന്നപ്പോൾ. ഇതിനു മുമ്പ് പറഞ്ഞ, കർത്താവെ, ആര് നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയത്തില്ല, ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ തള്ളി പറയത്തില്ല എന്നാ പറഞ്ഞത്. പക്ഷെ കാര്യത്തോടടുത്തപ്പം ആ മാനുഷിക ധൈര്യം എല്ലാം ചോർന്നു പോയി. ഈ മനുഷ്യന്റെ ധൈര്യത്തിന്റെ പ്രത്യേകത ഏതാ? അത് കാര്യത്തോടടുക്കുമ്പോൾ ചോർന്നു പോകും. യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്നുത്തരം പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ട് അവിടെ ഉള്ളവരോട്, ഇവനും നസ്രായനായ യേശുവിനോട് കൂടെ ഇരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോട് തള്ളി പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ, നീ പറയുന്നതും നീ അവന്റെ കൂട്ടത്തിലുള്ളവനാണെന്ന് തെളിയിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞു. അവന്റെ ശൈലി. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. പത്രോസിന്റെ ഒരു പോക്ക് നോക്കി. പത്രോസ് ആദ്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, നിങ്ങൾ എന്തോ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ആ മനുഷ്യനെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ആണയിടാൻ തുടങ്ങി. പിന്നെ പ്രാകാൻ തുടങ്ങി. എനിക്ക് അറിയുന്നില്ല എന്നല്ലേ പറഞ്ഞത് ഉള്ള രീതിയിലേക്ക്, അങ്ങനെ ആ രീതിയിലേക്ക് മോശമായ പത്രോസ് പോകുന്ന നമുക്ക് കാണാൻ കഴിയും. ഇവിടെ രണ്ടുപേരും കർത്താവിനെ ഒറ്റിക്കൊടുത്തതല്ലേ, അല്ലെങ്കിൽ കർത്താവിനെ വഞ്ചിച്ചല്ലേ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പത്രോസും ചെയ്ത എന്താണ്? കർത്താവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞു. ആ അവസാന നിമിഷമായപ്പോൾ കർത്താവിനിൽ നിന്ന് മാറി. അപ്പൊ കർത്താവിനെ റിജക്ട് ചെയ്യുകയാണ്. രണ്ടുപേരും ഏകദേശം ഒരേ കാര്യമാണ്. അപ്പൊ ഈ പത്രോസിന്റെ എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഷികമായ എരിവായിരുന്നു. ഈ മാനുഷികമായ എരിവ് ആദ്യം തന്നെ കർത്താവിന്റെ ക്രൂശിനെ തടക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചു. ക്രൂശിക്കപ്പെടുവാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു മാനുഷികമായ എരിവാണ്.
ആ എരിവ് കർത്താവിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ഈ മാനുഷികമായ എരിവ് നമ്മളെ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവരായി മാറത്തേ ഉള്ളൂ. നമുക്കറിയാം പൗലോസിന് ഭയങ്കര എരിവായിരുന്നു. പരീശന്മാർക്ക് ഭയങ്കര എരിവായിരുന്നു ദൈവത്തോട്. നമ്മളെക്കാൾ ഒക്കെ എരിവായിരുന്നു അവർക്ക്. നമ്മുടെ എരിവൊന്നുമില്ല, അവരുടെ എരിവ് എക്സ്ട്രീം എരിവായിരുന്നു. പക്ഷെ പരിജ്ഞാന പ്രകാരമല്ലായിരുന്നു. അവർ ദൈവത്തിനെതിരെയായ എരിവ് നിമിത്തം മാനുഷികമായ എരിവായിരുന്നു. അതായിരുന്നു സാത്താൻ അവരെ ഉപയോഗിച്ചത്. മാനുഷിക ജ്ഞാനത്തിൽ ജ്ഞാനത്തെ കണ്ടു, മാനുഷികമായ എരിവിൽ ദൈവത്തോട് എരിഞ്ഞു. ഈ മാനുഷികത എപ്പോഴും സാത്താൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. മത്തായിയുടെ സുവിശേഷം 26:75 വരുമ്പോൾ, എന്നാരെ കോഴി പോകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പത്രോസ് കരഞ്ഞതേ ഉള്ളൂ, തൂങ്ങിയില്ല. യൂദ കരഞ്ഞു, തൂങ്ങി. അപ്പൊ പത്രോസിന് സംഭവിച്ച ആ സങ്കടം പത്രോസിന് ആ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ യൂദയെ അതൊരു ആത്മഹത്യയിലേക്കാ യൂദയെ കൊണ്ടുപോയത്. അപ്പൊ എന്താണ് പത്രോസും യൂദയും തമ്മിലുള്ള ആ ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ ഇത് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂദ കർത്താവിനെ വെറുത്തിരുന്നു. തോന്നുന്നുണ്ടോ? യൂദ കർത്താവിനെ വെറുത്തിരുന്നു. കാരണം യൂദ കർത്താവിന്റെ അടുത്ത് വരുന്നത് തന്നെ തനിക്ക് പണം സമ്പാദിക്കാനും തനിക്ക് അധികാരം ഉണ്ടാകുവാനും കുറച്ച് നേട്ടത്തിന് വേണ്ടിയൊക്കെയാണ് കർത്താവിന്റെ അടുത്ത് വരുന്നത്. ഇപ്പൊ കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ അത് കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ യൂദ കർത്താവിനെ വെറുക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും കർത്താവിന്റെ അടുത്ത് പണം അന്വേഷിച്ചും ലോകത്തിന്റെ അംബീഷൻസ് കർത്താവ് ഫോൾസ് ടീച്ചേഴ്സ് പറയുന്നത് അവരങ്ങനല്ലേ പറയുന്നത്? തെറ്റായ സുവിശേഷം പ്രസംഗിക്കുന്നവര് അവരെന്താ പറയുന്നത്? നിങ്ങൾക്ക് കർത്താവ് ധനം തരും, നിങ്ങളെ ലോകത്തിൽ മാന്യരും ഉന്നതരുമാക്കി മാറ്റും, നിങ്ങളെ ഉയർത്തും, മാനിക്കും. എനിക്കറിയാവുന്ന ഒരു കുടുംബം, അവര് കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ അവർക്ക് ലോകത്തിൽ ഒരുപാട് ലോകപരമായ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് വീട്, 2 അവരുടെ മോളെ അമേരിക്കയിൽ വിടണം എന്നുള്ളതാണ്. വീട് നടന്നു, പക്ഷെ അമേരിക്കയിൽ പോകണമെന്നുള്ള ആ ആഗ്രഹം നടന്നില്ല. അപ്പൊ അവരെന്തു ചെയ്തെന്നറിയോ? അവർക്ക് അവര് കുറെ നാള് വിശ്വാസത്തിലൊക്കെ വന്ന് കുറെ ആദ്യ കാലഘട്ടങ്ങളിലാണ് അവർ ഈ ആഗ്രഹം ഉണ്ടായിരുന്നത്. പിന്നെ അവരുടെ ആഗ്രഹം അവരുടെ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് അവിടെ ഒരാൾ പറയുന്നതാണ്, ഞങ്ങളെ ഒരു സഹായവും ഈ ചർച്ചിൽ നിന്നും ഉണ്ടായിട്ടില്ല. ആദ്യം ഭയങ്കര ഇതൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത്, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്നെ ഒന്ന് അമേരിക്ക കൊണ്ടുപോകാൻ പോലും അവരാരും തുനിഞ്ഞില്ല എന്നുള്ളൊരു വെറുപ്പോടുകൂടി ഒരു അറപ്പും വെറുപ്പും ആ സഭയോട് അവർക്ക് തോന്നി. അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ അറപ്പ് വരാൻ കാരണം? അവർ ഈ ധനം അന്വേഷിച്ചിറങ്ങിയത് കൊണ്ടാണ്. ഈ ധനം അന്വേഷിച്ചിറങ്ങുന്ന എല്ലാവർക്കും കർത്താവിനോടും അറപ്പ് വരും, സഭയോടും അറപ്പ് വരും, ഈ സുവിശേഷത്തോടും അറപ്പ് വരും. കാരണം കുറെ നാൾ കഴിയുമ്പോൾ ഇത് കിട്ടത്തില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവരുടെ ഒരു മാറ്റം ഇല്ലല്ലോ, ബിസിനസ് വളരുന്നില്ലല്ലോ, ക്ലച്ച് വളരുന്നില്ലല്ലോ. കടം കയറിയായിരിക്കും വന്നത്, കടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാണും, സമാധാനം കൊടുത്തു കാണും കർത്താവ്, പക്ഷെ ബിസിനസ് വളരുന്നില്ല. അപ്പം ആ ബിസിനസ് വളരണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയാണ് വന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ അവരെന്ത് ചെയ്യും? അവര് കുറെ നാൾ കഴിയുമ്പോൾ കർത്താവിനെ വെറുക്കും, മടുക്കാൻ തുടങ്ങും കർത്താവ്. പക്ഷെ പത്രോസ് കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിച്ചിരുന്നു. കർത്താവിനെ സ്നേഹിച്ചിരുന്നു. അതായിരുന്നു വ്യത്യാസം, യൂദയും പത്രോസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യം, അവൻ പ്രാതൽ കഴിഞ്ഞ ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന്, ഊവ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഊവ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കുക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എങ്കിൽ എന്റെ ആടുകളെ മേയ്ക്ക. എങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും പിന്നെ വീണ്ടും നീ എന്താ നിന്റെ ജീവന് വേണ്ടി അന്വേഷിക്കാൻ പോകുന്നത്? എന്തിനു വേണ്ടി പിന്നെ നീ വീണ്ടും ഈ വല വീശി ഇറങ്ങുന്നത്? ഒരേ നിമിഷം കർത്താവിനെ അന്വേഷിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും ഈ ലോകത്തിലെ നേട്ടത്തിന് വേണ്ടി അന്വേഷിക്കുകയും ചെയ്യാൻ കഴിയത്തില്ല. അവിടെ പത്രോസ് എന്താ ചെയ്യുന്നത്? കർത്താവ് ക്രൂശിക്കപ്പെട്ടു, കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് പോയി. പത്രോസിനൊക്കെ നിരാശ വരാൻ തുടങ്ങി. പത്രോസ് ശിഷ്യന്മാരോട്ടൊക്കെ കൂട്ടി എന്ത് ചെയ്തു? അവരുടെ ആവശ്യത്തിന് വേണ്ടി പിന്നെ അധ്വാനിക്കാനായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി. അപ്പൊ കർത്താവ് പറയാ, നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ ജീവനെ ഉപേക്ഷിക്കണം, നീ ഇത് ഉപേക്ഷിക്കണം, എന്റെ ആടുകളെ മേയ്ക്കണം.
ഇത് ഉപേക്ഷിച്ചിട്ട് ആടുകളെ മേയ്ക്കുക. അപ്പം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരേ നിമിഷം ഈ ലോകത്തെ സ്നേഹിക്കുവാനോ അതിന്റെ നേട്ടം അന്വേഷിക്കുവാനോ അതിന്റെ ഗ്ലോറി അന്വേഷിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. കർത്താവിന്റെ ഒരു ശിഷ്യൻ ഒരേ നിമിഷം അവന്റെ ജീവന് വേണ്ടി അന്വേഷിക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യാൻ കഴിയത്തില്ല. ക്രിസ്തു നിമിത്തം സ്വന്തം ജീവനെ കളയുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്താണ് പറയുന്നത്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അപ്പൊ മരണം ലാഭമാണ്. ഞാൻ ജീവിക്കുന്നതേ കർത്താവാണ് എൻ്റെ ജീവിക്കുന്നത്, കർത്താവിന്റെ ജീവിതമാണ്. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കുന്നില്ല. നമുക്കറിയാം പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവരെല്ലാം ലോകത്തിൽ ജീവിച്ചിരുന്നത് ഒന്നും അവർക്ക് ലോകം യോഗ്യമായിരുന്നില്ല. അവർക്ക് ആ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ് ലഭിച്ചത്. ആ വിശ്വാസത്തിന്റെ ഫെയ്ത്ത് ആണ് ലഭിച്ചത്, സാക്ഷ്യമാണ് ലഭിച്ചത്. അതുപോലെ ഈ വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം നമ്മളോട് പറയുന്നത് ലോകത്തിലല്ല, നിത്യതയിലേക്കാണ്. നിത്യത ഒരുങ്ങുന്നുണ്ട്. ഇവിടെ നീ ഒന്നും നിനക്ക് നേടാൻ കഴിയുകയില്ല. ഇവിടെ ഞാൻ നിമിത്തം സകലതും ചവറന്നെണ്ണാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു നിമിത്തം സകലം ചവറന്നെണ്ണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ശിഷ്യന്മാരുടെ പ്രത്യേകത, ഒരാൾ കർത്താവിനെ സ്നേഹിച്ചു, ഒരാൾ സ്വന്തം ജീവനെ സ്നേഹിച്ചു. സ്വന്തം ജീവനെ സ്നേഹിച്ചതുകൊണ്ട് അവന് സ്വന്തം ജീവനെ നഷ്ടപ്പെട്ടു. മറ്റേവൻ ഇത്തിരി താമസിച്ചാണേലും കർത്താവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരികയും, പത്രോസിന് കർത്താവിനോട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മാനുഷിക രീതിയിലുള്ള എരിവായിരുന്നു പത്രോസിനെ ചതിച്ചത് പലപ്പോഴും. പത്രോസ് അവസാനം പത്രോസിനോട് പറഞ്ഞ എന്താ? നീ യഥാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയും. ഒരിക്കല് ഞാൻ ഒരു ദിവസം കർത്താവിനോട് പ്രാർത്ഥിക്കാൻ നേരം ഞാൻ എന്റെ ജീവിതം ഭയങ്കരമായിട്ട് ഞാൻ തകർന്നു പോയി. ഭയങ്കരമായിട്ട് തകർന്ന് കരഞ്ഞ് നിലവിളിച്ചാ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഇത്രയും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഇത്ര വലിയ സ്നേഹം എന്നോട് കാണിക്കുന്നുണ്ടല്ലോ, കർത്താവെ നീ എന്നോട് ഇത്രയും സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തോട് ഭയങ്കരമായിട്ട് നന്ദി പറയാം. എന്നെ രക്ഷിച്ചതിനൊക്കെ ഓർത്ത് നന്ദി പറയാണ്. അപ്പൊ കർത്താവ് പറയാ, കർത്താവിന്റെ അടുത്ത് എത്ര എന്റെ ഹൃദയം തകർന്ന് അവസാനം ഞാൻ ആ ഒരു ശ്വാസം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പോഴും കർത്താവ് എന്നോട് പറയാണ്, നിന്റെ സ്നേഹം റിയൽ അല്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് എന്താ അങ്ങനെ? അത് നിന്റെ സ്നേഹം ഈ പ്രാർത്ഥനാമുറിയിലാകുമ്പോഴല്ലാതെ എഫക്റ്റീവായിട്ട് ഞാൻ കാണുന്നത്. ഈ സ്നേഹം നിമിത്തം നീ മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്, മരണം കൊണ്ടുവരുമ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹമാകുന്നത്. ഞാൻ വിശ്വാസത്താൽ എൻ്റെ ജഡത്തിൽ മരണം അനുഭവിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ അത് നമ്മളെ നമ്മുടെ ജഡത്തോടു കൂടി മരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മതത്തിൻ്റെ ഭക്തിയും മതത്തിൻ്റെ ഭയവും ദൈവത്തോടുള്ള ഭയവും ഭക്തിയുമെല്ലാം നമ്മുടെ ജഡത്തെ മരവിപ്പിക്കാനേ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു തടസ്സം നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുവാനേ കഴിയുകയുള്ളൂ. നമ്മളെ തന്നെ മരിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല. അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ നമ്മളെ തന്നെ മരിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഈ മരണം കൊണ്ടുവരാത്ത സ്നേഹങ്ങളെല്ലാം ഈ പ്രാർത്ഥനാമുറിയിൽ നമ്മളെ കരയിപ്പിക്കുന്ന, കർത്താവിന്റെ ക്രൂശ് കാണുമ്പോൾ നമ്മളെ കണ്ണു നിറയിക്കുന്ന, സ്തുതിപ്പിക്കുന്ന, ചർച്ചിൽ കൈയടിപ്പിക്കുന്നത്, ഇതെല്ലാം ഈ മരണം കൊണ്ടുവരുന്നില്ലെങ്കിൽ അതൊന്നും സ്നേഹമല്ല. കർത്താവ് പറഞ്ഞ, യഥാർത്ഥമായി നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ നിന്റെ ജീവനെ കളയണം. എന്റെ ആടുകളെ മേയ്ക്കാനുള്ള യോഗ്യത എന്താണ്? നീ നിന്നെ തന്നെ വിലയേറിയതായി കാണാതിരിക്കുന്നതാണ് ആടുകളെ മേയ്ക്കാനുള്ള യോഗ്യത. തന്നെ സ്നേഹിക്കുന്നതാണ്. തന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മളെ തന്നെ മരിക്കാനെ ഏൽപ്പിച്ചു കൊടുക്കണം. മരണമാണ് ആ സ്നേഹത്തിന്റെ തെളിവ്. ആ സ്നേഹം അവിടെ നീതീകരിക്കപ്പെടുന്നത് ഞാൻ എന്നെ തന്നെ മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. ആ സ്നേഹം അവിടെ അറ്റസ്റ്റ് ചെയ്യും, ദൈവം അംഗീകരിക്കുന്നത്. അതുവരെ ആ സ്നേഹം വെറും ഇമോഷണൽ ലെവലിലുള്ളതാണ്, മാനുഷികമായ ലെവലിലുള്ളതാണ്, പത്രോസിനെ പോലുള്ളതാണ്. ആ കാര്യത്തോട് അടുക്കുമ്പോൾ കൂകി വിളിച്ച് കാറി നിലവിളിച്ചങ്ങ് പോകും. നമ്മളൊന്നും പത്രോസിന്റെ അത്രയും പരീക്ഷണമൊന്നും ഏക്കാത്തത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ദൈവം അത് നമ്മളെ പരീക്ഷണത്തിലൂടെ ദൈവം കടത്തിവിടാത്തതാണ്. എങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പല സഹോദരന്മാരിലൂടെ, പല വ്യക്തികളിലൂടെയും, പല സാഹചര്യങ്ങളിലൂടെയൊക്കെ ലോകമാണ് നമുക്ക് വലുതെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള, നീ നിന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തെളിയിക്കുന്നുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ നിമിഷം നിങ്ങൾ മാനസാന്തരപ്പെട്ട്, കർത്താവേ ഞാൻ മരിക്കുന്നു, ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് എനിക്ക് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമെന്ന് ഞാൻ കാണുന്നു, അതുകൊണ്ട് ഞാൻ മരിക്കുന്നു, എനിക്കിത് ലാഭമാണ്. ആ നിമിഷം നമ്മൾ കർത്താവിന്റെ ജീവൻ വളരുമാറാകും. അങ്ങനെയാണ് കർത്താവിന്റെ സ്നേഹത്തിൽ, ഈ സ്നേഹമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഈ ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മളെ മാറ്റുന്നത്. അപ്പോൾ പത്രോസിനെയും യൂദയെയും നോക്കിക്കഴിഞ്ഞാൽ, യൂദ ദൈവത്തെ കർത്താവിൻ്റെ അടുക്കൽ അടുത്തു വന്നത് പൈസയെ നോക്കിയും കർത്താവിൻ്റെ മിനിസ്ട്രിയിലൂടെയുള്ള പൈസ നേടാനും സമ്പത്ത് നേടാനുമായിരുന്നു. പക്ഷേ പത്രോസ് അങ്ങനെയല്ല. പത്രോസ് ഹൃദയം കൊണ്ട് കർത്താവിനെ
അന്വേഷിക്കുകയും മെശിഹായ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയും കർത്താവിലേക്ക് നോക്കുകയും ചെയ്ത ആളാണ്. ഇതാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ രണ്ടുപേരുടെയും ഹൃദയത്തിലാണ് ഡിഫറൻസ് ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ പുറമേ ഉള്ളതല്ല നോക്കുന്നത്, ഹൃദയമാണ് നോക്കുന്നത്. പത്രോസ് എന്ത് കാണിച്ചു എന്നുള്ളതല്ല നോക്കുന്നത്, പത്രോസിൻ്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. യൂത എന്ത് കാണിച്ചു എന്നുള്ളതല്ലായിരുന്നു, യൂതയുടെ ഹൃദയമാണ് കർത്താവ് നോക്കിയത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളല്ല, നമ്മൾ വളരെ ഭക്തിയോടെയും വളരെ വളരെ വലിയ മിനിസ്ട്രികളും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ സ്നേഹവുമാണോ നമ്മുടെ പ്രവൃത്തികളുടെ മോട്ടീവ്, നമ്മുടെ ശുശ്രൂഷകളുടെ മോട്ടീവ്, നമ്മുടെ ജീവിതത്തിൻ്റെ മോട്ടീവ്? അതോ പത്രോസ് യൂതയെ പോലെ, യൂത മിനിസ്ട്രി ചെയ്യുന്ന, കർത്താവിനൂടെ മിനിസ്ട്രി ചെയ്യുന്ന ആളായിരുന്നു, കർത്താവിനൂടെ ശുശ്രൂഷ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ അവൻ്റെ ഹൃദയം, അവൻ്റെ മോട്ടീവ് ആരും അറിഞ്ഞിരുന്നില്ല. അവൻ്റെ മോട്ടീവ് അവൻ്റെ മഹത്വവും സമ്പത്തുമായിരുന്നു. ഇതാണ് ഹൃദയങ്ങളുടെ വ്യത്യാസം. ദൈവം നമ്മുടെ ഹൃദയങ്ങളാണ് നോക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ് ദൈവം. അത് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാൻ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാറാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.